ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്. ഒരു മനോഹരമായ ഗ്രാമത്തിൽ ഒരു കർഷകൻ ഭാര്യയോടും ചെറുപ്പക്കാരനായ മകനോടുമൊത്ത് ജീവിച്ചിരുന്നു. വളരെയേറെ കഠിനാധ്വാനം ചെയ്തായിരുന്നു ആ കുടുംബം ജീവിച്ചിരുന്നത്. ആ കർഷകൻ വളരെ ക്ഷമാശീലനും ജീവിതം ശരിയായി പഠിച്ച ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷവും സങ്കടങ്ങൾ വന്നാലും അദ്ദേഹം വളരെ ശാന്തമായിട്ടായിരുന്നു കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. ആ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ അവർ കണ്ടിരുന്ന അവർക്കേറെ പ്രിയപ്പെട്ട ഒരു കുതിരയും ഉണ്ടായിരുന്നു. ആ കുതിര വളരെ ശക്തനും ആ കർഷകനെ ജോലികളിൽ സഹായിച്ചുമിരുന്നു. വളരെ നല്ല ഒരു വരുമാനം ആ കുതിരയിലൂടെ ആ കുടുംബത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ നാട്ടിലെ ധനികനായ ഒരു പ്രഭു ആ കുതിരയെ ചന്തയിൽ വെച്ച് കാണാനിടയായി. കുതിരയിൽ ആകൃഷ്ടനായ ആ ധനികൻ ഒട്ടും വൈകാതെ ആ കർഷകന്റെ അടുത്തെത്തി ആ കുതിരയെ തനിക്ക് തരുമോ എന്നും പകരം നല്ലൊരു പണം തരാമെന്നും പറഞ്ഞു. ആ ഗ്രാമത്തിലുള്ളവർ ആ കർഷകന്റെ മറുപടിക്കായി കാത്തുനിന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുതിരയെ വിൽക്കുന്നില്ലെന്നും ആ കുതിര തൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണെന്നും ആ ധനികനായ മനുഷ്യനെ അറിയിച്ചു. വളരെ നിരാശയോടെ ആ പ്രഭു അവിടെ നിന്നും പോയി. ഇതെല്ലാം കണ്ട് അവിടെ കൂടിയിരുന്നവർ ആ കർഷകൻ ഒരു മണ്ടനാണെന്നും അയാൾക്കും കുടുംബത്തിനും സുഖമായി ജീവിക്കാനുള്ള പണം ആ പ്രഭു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യൻ ആ കുതിരയെ കൊടുത്തില്ലെന്നും പറയാൻ തുടങ്ങി. എന്നാൽ ആ കർഷകൻ ഒന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി മുന്നോട്ടു പോയി. പിന്നീട് ഒരു ദിവസം രാവിലെ ആ കർഷകന്റെ മകൻ കുതിരയുടെ അടുത്തേക്ക് പോയപ്പോൾ കുതിരയെ കെട്ടിയിരിക്കുന്ന കയർ അവിടെ അഴിഞ്ഞുകിടക്കുന്നതായി കണ്ടു. കുതിരയെ കാണാനും ഉണ്ടായില്ല. അവൻ ഉടനെ കർഷകനെ വിവരമറിയിച്ചു. അവർ അവിടെ കുന്നിൻ മുകളിലും പുഴയുടെ അരികിലും എല്ലാം കുതിരയെ അന്വേഷിച്ചെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വളരെയേറെ നിരാശനായ ആ കർഷകന്റെ മകൻ കരയാൻ തുടങ്ങി. ആ കർഷകൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ടിരുന്ന കുതിര നഷ്ടപ്പെട്ടിട്ടും തൻ്റെ പിതാവ് ശാന്തനായിരിക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാരന് അത്ഭുതമായി. ആ കർഷകൻ അവനോട് പറഞ്ഞു, ഇങ്ങനെയെല്ലാം നടക്കുന്നത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വിഷമിക്കാതിരിക്കൂ. കുതിര പോയതറിഞ്ഞ ഗ്രാമവാസികൾ അദ്ദേഹത്തെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. അന്ന് ആ പ്രഭു ചോദിച്ചപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നും പറഞ്ഞ്. എന്നാൽ ആ കർഷകൻ ഒന്നിനും മറുപടി പറയാതെ അദ്ദേഹത്തിൻ്റെ ജോലികളിൽ മുഴുകി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ശക്തമായ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേട്ട് ആ കർഷകന്റെ മകൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. തങ്ങളുടെ കാണാതായ കുതിര വേറെ 5 കാട്ടിലെ കുതിരകളുമായി തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ മൊത്തം അവർക്ക് 6 കുതിരകളായി. ഇതറിഞ്ഞ ഗ്രാമവാസികൾ കർഷകന്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോഴും ആ കർഷകൻ ഒന്നും മിണ്ടാതെ ശാന്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതും നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് എങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ആ മനുഷ്യന്റെ മകൻ ആ 5 കുതിരകളെയും ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അതിലൊരു കുതിരയുടെ പുറത്തു നിന്നും ആ ചെറുപ്പക്കാരൻ വീണു. അവൻ്റെ ഒരു കാലിന് പൊട്ടലുണ്ടായി. വൈദ്യർ വന്ന് പരിശോധിച്ച് മരുന്ന് കൊടുത്ത് 2 മാസത്തേക്ക് വിശ്രമം ആവശ്യമുണ്ടെന്നും പറഞ്ഞു. അപ്പോഴും ഇതറിഞ്ഞ ഗ്രാമവാസികൾ കർഷകന്റെ മകന് വന്ന അപകടത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. കർഷകൻ അപ്പോഴും ശാന്തനായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ രാജ്യം അയൽ രാജ്യവുമായി യുദ്ധം തുടങ്ങിയത്. മാസങ്ങളോളം യുദ്ധം നീണ്ടപ്പോൾ രാജാവിൻ്റെ ഭടന്മാർ രാജ്യത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും വന്ന് അവിടെയുള്ള ചെറുപ്പക്കാരെ ബലമായി സൈന്യത്തിലേക്ക് എടുക്കാൻ തുടങ്ങി. കൃഷി മാത്രം ചെയ്തു ജീവിച്ചിരുന്ന ആ മനുഷ്യർ ആകെ പേടിച്ചുപോയി. കർഷകന്റെ വീട്ടിൽ കാലൊടിഞ്ഞു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനെ ഒഴിച്ച് ആ ഗ്രാമത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും സൈന്യം കൊണ്ടുപോയി. ഇങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിന് പോയ ചെറുപ്പക്കാരിൽ പലരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തിരിച്ചു വന്നവരിൽ പലർക്കും പരിക്കുകളും സംഭവിച്ചിരുന്നു. ഗ്രാമത്തിലുള്ളവർ കർഷകന്റെ കുടുംബത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കർഷകനും മകനും വയലിലിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന് തൻ്റെ അച്ഛൻ പറയാറുള്ള കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി. ഓർക്കുക, ജീവിതത്തിൽ സന്തോഷമായാലും ദുഃഖമായാലും സംഭവിക്കുന്നത് നല്ലതിനാണോ നമ്മുടെ മോശത്തിനാണോ എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. കാര്യങ്ങളെ ആ കർഷകൻ നോക്കിക്കാണുന്നത് പോലെ ശാന്തതയോടെ ഹാൻഡിൽ ചെയ്യണം. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കരുത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക.
ജീവിതം എപ്പോഴും നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങളെ നോക്കിക്കാണുക, ധൈര്യമായി മുന്നോട്ട് പോവുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.